ഇന്ന് നമുക്ക് ബീഹാർ ചിക്കൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ബീഹാർ ചിക്കൻ വളരെ രുചികരമായ നല്ല ഫ്ലേവേഴ്സ് അടങ്ങിയ ഒരു യുണീക്ക് ചിക്കൻ കറിയാണ്. ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് ഫർഹാന റാഷിദ്. വെൽക്കം ടു അവർ ചാനൽ ക്രഷ് ജിഞ്ചർ. ഞാനിവിടെ 750 ഗ്രാം ചിക്കൻ ഉപയോഗിച്ചാണ് ബീഹാർ ചിക്കൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു പ്രാവശ്യം കഴുകി വെച്ച ചിക്കനിൽ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായി മിക്സ് ചെയ്ത് നന്നായി കഴുകി വൃത്തിയാക്കി ഡ്രെയിൻ ചെയ്ത് വെക്കണം. ഇനി കഴുകി വെച്ച ചിക്കനിൽ 1 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾ, 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് നന്നായി മിക്സ് ചെയ്ത് വയ്ക്കുക. ഇനി ഒരു പാനിൽ 2 ടീസ്പൂൺ കടുകെണ്ണ ഒഴിക്കുക. കടുകെണ്ണയിലാണ് ബീഹാർ ചിക്കൻ പാചകം ചെയ്യുക. കടുകെണ്ണ ഉപയോഗിക്കാത്തവർ നോർമൽ ഏത് കുക്കിംഗ് ഓയിലാണോ ഉപയോഗിക്കുന്നത് അത് ഉപയോഗിച്ച് ഉണ്ടാക്കി നോക്കുക. എണ്ണയിൽ നിന്ന് പുക വരുന്നത് വരെ ചൂടാക്കണം. പുക വരുന്നത് വരെ ചൂടാക്കിയാൽ എണ്ണയിലുള്ള പച്ചമണം മാറിക്കിട്ടും. ഇനി മാരിനേറ്റ് ചെയ്ത ചിക്കൻ പാനിൽ ഇട്ട് ലോ ഫ്ലെയിമിൽ എണ്ണയുമായി മിക്സ് ചെയ്തതിന് ശേഷം 3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ചിക്കനെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്താൽ ചിക്കനിലുള്ള സ്മെൽ മാറിക്കിട്ടും. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ചിക്കനെ മാറ്റിവെക്കാം. മൺചട്ടിയിലാണ് ഞാൻ ചിക്കൻ ഉണ്ടാക്കുന്നത്. ചട്ടി ചൂടായതിനു ശേഷം 70 ml കടുകെണ്ണ ഒഴിക്കുക. പുക വരുന്നത് വരെ ചൂടാക്കി ഇതിലേക്ക് ഒരു വലിയ ഏലക്ക, 1 കഷ്ണം ജാതിക്ക, 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ മല്ലി, 4 ഗ്രാമ്പൂ, 2 പീസ് പട്ട, 3 ചെറിയ ഏലക്ക, 3 വറമുളക്, 1 ബിരിയാണി ഇല, ഇതിനൊപ്പം 2 വെളുത്തുള്ളി മേലത്തെ തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയത് ഇതെല്ലാം ചേർത്ത് എണ്ണയിൽ ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്യണം. കടുകെണ്ണയും വെളുത്തുള്ളിയുമാണ് ബീഹാർ ചിക്കൻ്റെ പ്രത്യേകത. ഇതുമൂലം ഒരു പ്രത്യേകത അരോമ കിട്ടും ഈ കറിക്ക്. ടേസ്റ്റും നല്ല വ്യത്യസ്തമാണ്. ഇനി 350 ഗ്രാം വല്യുള്ളി ചെറുതായി സ്ലൈസ് ചെയ്തത് ഇട്ട് ഹൈ ഫ്ലെയിമിൽ എണ്ണയുമായി മിക്സ് ചെയ്തതിന് ശേഷം കളർ ബ്രൗൺ ആവുന്നതുവരെ ലോ ഫ്ലെയിമിലിട്ട് ഉള്ളിയെ വഴറ്റിയെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ച് ഉള്ളിയെ ഫ്രൈ ചെയ്താൽ നന്നായി വെന്തുടയുകയും പിന്നെ നല്ല കൺസിസ്റ്റൻസി ഉള്ള ഒരു കറി ഉണ്ടാക്കാൻ സാധിക്കുകയും ചെയ്യും. ഉള്ളി കളർ മാറിയിട്ടുണ്ട്. ഇതിലേക്ക് 1.5 ഇഞ്ച് ഇഞ്ചി, 15 വെളുത്തുള്ളിയുടെ അല്ലി ചതച്ചത് ഇട്ട് നന്നായി ഫ്രൈ ചെയ്ത് അടച്ച് വേവിക്കുക. 10 മിനിറ്റ് ഉള്ളിയെ അടച്ച് നന്നായി ബ്രൗൺ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്യണം. ഇടയ്ക്ക് തുറന്ന് മിക്സ് ചെയ്യണം, ഇല്ലെങ്കിൽ ഉള്ളി കരിഞ്ഞു പോകും. ഉള്ളി നന്നായി വെന്തിട്ടുണ്ട്, കളറും മാറിയിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ജീരകപ്പൊടി ഇട്ട് നന്നായി മിക്സ് ചെയ്ത് 1/4 ഗ്ലാസ് ചൂടുവെള്ളം ചേർത്ത് ഉള്ളിയെ നന്നായി മാഷ് ചെയ്ത് നല്ലതുപോലെ മസാലകളുമായി വേവിക്കുക. ഉള്ളി ഒരു ഗ്രേവി ആവുന്നതുവരെ 1-2 പ്രാവശ്യം 1/2 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിക്കുക. മാഷ് ചെയ്ത് ഉള്ളിയെ കുക്ക് ചെയ്തെടുക്കുക. ഉള്ളി പെർഫെക്റ്റായി വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഷാലോ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് നന്നായി മിക്സ് ചെയ്ത് അടച്ചു വെച്ച് 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഇടയ്ക്ക് 1-2 പ്രാവശ്യം ചിക്കനെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. ഉപ്പ് ചെക്ക് ചെയ്ത് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കാം. 1 ടീസ്പൂൺ ബട്ടർ ഇട്ട് 5 മിനിറ്റ് കുക്ക് ചെയ്താൽ നല്ല രുചികരമായ ബിഹാരി ചിക്കൻ റെഡിയായി. കാണാൻ എത്ര നന്നായിട്ടുണ്ടോ, ഇതിനേക്കാൾ രുചിയുണ്ട് ഈ കറിക്ക്. ചൂടുള്ള പരോട്ടയുമായാണ് ഞാൻ ബിഹാരി ചിക്കൻ സെർവ് ചെയ്യുന്നത്. If you like this video, please like, share and subscribe to our channel. Thanks for watching.